ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പുറത്തേക്ക് പോവാണ്. ചക്ക ആരും കൊണ്ടുപോകുന്നില്ലെന്ന് തോന്നുന്നല്ലേ. മൂത്ത് വിളഞ്ഞു കിടക്കും. ആ പഴുത്തിട്ട് അതിന്റെ അവിടെ ചാടി പോവും. എങ്ങനെ മയില് മയില് അതാ മയില് കാണുന്നില്ല. അത് ആ മൂലയില് ഇഷ്ടം പോലെ മയിലുണ്ട്. ഒത്തിരി എണ്ണം കാണും. അഞ്ചെട്ടെണ്ണം ഉണ്ടാവും. ഈ കണ്ണ് കാണാത്തവർക്ക് മയിലിനെ കാണാൻ പറ്റുന്നില്ല ഗായ്സ്. 1 2 ഇങ്ങോട്ടൊക്കെ ഉണ്ടോ മയിലേ? ഫോൺ സൂം ചെയ്യണം. ആദ്യമേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇതെങ്ങനെയാ ആരിൽ വിളിച്ചാ ഞാൻ എണീറ്റേനെയായിരുന്നു. ഞാൻ എണ്ണീറ്റ് രാവിലെ. ഇപ്പൊ നീ ബ്രൈഡ് ഏറ്റെടുത്തു. നീ അവരോട് പറയുന്നത് ഞാൻ എണീറ്റായിരുന്നു, പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല, അവര് വെടിവെച്ച് പോലും നിന്നെ. അതന്നെ, എന്തിനായിരുന്നു ഞാനത് ചോദിച്ചത്. ഗൈസ്, നമ്മൾ കഴിക്കാൻ വന്നിരിക്കുവാണ്. ഫുഡ് കഴിക്കാൻ. ഞാൻ ഇന്ന് ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും കഴിക്കണം. ഇതാ ഇങ്ങോട്ട്, മറ്റേ കൈ താ അമ്മ. എന്നാ ഇപ്പുറത്തെ കൈ താ. ഇങ്ങനെ ചെയ്യ, ഇങ്ങനെ ഇങ്ങനെ അടിക്കാൻ പറ. ഒന്ന് വന്നു ഗായ്സ്. ഞാൻ തിന്നാൻ പോവാണ് ഗായ്സ്. മമ്മി തിന്നാൻ തുടങ്ങി ഗായ്സ്. അപ്പൊ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, റെഡിയായി. ഇനി നമ്മൾ ഷോപ്പിൽ പോവാം. ഭയങ്കര സൗണ്ടാണ് ഇവിടേക്ക്. ഇത് കണ്ടോ, ഇതെന്റെ പുതിയ ചെരുപ്പാണ്. ഗൈസ്, ഞാൻ വരച്ച പടങ്ങൾ കണ്ടു. ഇന്നലെ ഞാൻ ഇവിടെ ബോർ അടിച്ചിരുന്നപ്പോൾ കുറേ പടം വരച്ചു. വരച്ചരാം. റെഡി. ഇതാദ്യം കംപ്ലീറ്റ് ചെയ്യാം. കുറച്ചും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ കട എത്തിക്കഴിഞ്ഞാൽ എനിക്ക് സ്പാ ചെയ്യണം, ത്രെഡൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ എനിക്ക് പോകാൻ ഇനി കുറേ ദിവസങ്ങളുണ്ട്. ഞാൻ 9th പോവാം. അപ്പോൾ എനിക്ക് 9th വരെ സമയമുണ്ട്. ഇന്ന് 27 ആയതേ ഉള്ളൂ. സോ ഇനിയും കുറേ ദിവസമുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് ചെയ്താൽ മതി എന്ന് ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കമൻസിന് എനിക്ക് റിയാക്ട് ചെയ്യാമെന്ന്. ഓക്കെ, മെയിനായി വരുന്ന കുറച്ച് കമൻസ് ഉണ്ട്. ചേച്ചി ടൗൺഷിപ്പ് അല്ലേ കളിക്കണേ? ചേച്ചി ഞാനും കളിക്കുന്നുണ്ട്, എന്നെ ഫ്രണ്ട് ആക്കോ, ചേച്ചിയുടെ കോഡ് തരുമോ? അങ്ങനെയൊക്കെ സാധനങ്ങൾ അതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല. അതെന്താണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്താണെന്നാ തരാം. ആ ഗെയിം ഞാൻ കാണിച്ചു തരാം. അതെൻ്റെ ഈ ഫോണിനകത്താണ്. ഞാൻ ഈ ഫോൺ ഗെയിം കളിക്കാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോറി, ഞാൻ ഈ ഫോൺ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഇതിനകത്ത് നിന്ന് ഞാൻ എപ്പോഴോ എന്തോ ഒന്നിൻ്റെ ആഡ് കണ്ടപ്പോൾ ഈ ഗെയിം കണ്ടപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ അതി പ്രോയോ. ഇപ്പം എനിക്കിവിടെ വലിയ സിറ്റിയൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ഗെയിം. ഇതെന്താ? സോറി, ഇപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞാണ്. ഇപ്പം എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ. ഇപ്പം എൻ്റെ ഈ 3279 റുപ്പീസ് ഉള്ളൂ. പിന്നെ 5 ടൗൺഷിപ്പ് ക്യാഷ് ഉണ്ട്. ഞാൻ തോന്നുന്നു ഇതൊക്കെ എന്താ? ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് എൻ്റെ പശുക്കുട്ടികൾ. ഉണ്ട്, ഇവരെനിക്ക് പാല് തരും. ഉണ്ട്, നീ അവർക്ക് തീറ്റ കൊടുക്കാം. തീറ്റ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ? പിന്നെ ഇത് ട്രെയിനുണ്ട്. ഇതുണ്ടോ? ഇത് ട്രെയിനാ. നീ സാധനങ്ങളൊക്കെ ആക്കി കൊടുക്കണം. സാധനം ഫില്ല് ചെയ്ത് കൊടുക്കണം. സാധനം ഫില്ല് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല. അപ്പം ഇതാണ് ഞാൻ കളിക്കുന്ന ഗെയിം, ടൗൺഷിപ്പ്. ഇതിനകത്ത് സ്ഥലം മേടിക്കാൻ പറ്റും. പിന്നെ കുറേ സാധനങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ വേറെ ഗെയിംസ് ഉണ്ട്. പിന്നെ ഫാം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ട്രേഡർ ആവാറ്റി. പിന്നെ കാർഗോ വഴി നമുക്ക് സാധനങ്ങൾ അയക്കാം. കിഡ്ലൻ ഗെയിമാണ്. എനിക്കിതാണ് ഇഷ്ടം. പിന്നെ ഞാൻ കളിക്കുന്ന ഒരു ഗെയിമും കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതും എനിക്കിഷ്ടമാണ്. ബ്ലോക്ക് ബ്ലാസ്റ്റ്. ഇതിങ്ങനെ കട്ട ഇങ്ങനെ വെക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു പ്രോയ. ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ. ഗുഡ്. അത് റീൽസ് ചെയ്യുന്നതിൻ്റെ BTS ചെയ്യാമോ? ഉറപ്പായിട്ടും. ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് എനിക്കുള്ള കാര്യം ഞാൻ ഇടയ്ക്ക് ഞാൻ മറന്നു കേട്ടോ. ഞാൻ ചില സമയത്ത് ഞാൻ റീൽസിൻ്റെ കാര്യം ഞാൻ മറന്നു. ഞാൻ വല്ലപ്പോഴും ഇപ്പോൾ റീൽസ് ഇടാറുള്ളൂ, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ. പിന്നെ യൂട്യൂബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഒരു യൂട്യൂബറായ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു വയ്ക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഓർമ്മ വരും. പക്ഷെ എന്നാലും എനിക്ക് വീഡിയോ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ഒരു ഇൻസ്പിറേഷനൊന്നും കാണാം. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഇൻസ്പിറേഷനുള്ള വീഡിയോ ഒന്നും അല്ല, എന്നാലും വീഡിയോ എടുക്കാൻ ഒരു മൂഡ് കാണില്ല. പിന്നെന്താ? ലാസ്റ്റ് താങ്ക് യു വോയിസ് ഓഫ് സിഗ്മ. അല്ലല്ല, എൻ്റെ ഷോർട്സ് കേൾക്കുന്ന താങ്ക് യു വോയിസ് വേറെ ആരുടെ അല്ല. അത് ഞാൻ എഫക്ട്സിന്ന് കണ്ടുപിടിച്ച താങ്ക് യു അല്ലാണ്ട് ആരും പറയുന്നതല്ല. താങ്ക് യു. എഡിറ്റഡ് ബൈ സോളോ വൈനർ. ഇത് കണ്ടോ കേട്ടോ, ഇവിടെ കിടക്കണതാണ്. എഡിറ്റഡ് ബൈ സോളോ വൈനർ. എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ. നിങ്ങൾ എൻ്റെ കഴിവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ. കുളിച്ചിട്ടാണോ സ്കിൻ കെയർ ചെയ്യാം? രാവിലെ എണീറ്റിട്ട് എനിക്ക് സമയം ഉണ്ടെങ്കിൽ. ഇപ്പം ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് സമയമൊന്നും കിട്ടാറൊന്നുമില്ല. സമയം കിട്ടാറെന്ന് ഞാൻ രാവിലെ അല്ല എണീക്കുന്നത്, കുറേ താമസിയൊക്കെ എണീക്കുമ്പോൾ. എണീക്കുമ്പോൾ ഞാൻ കുറേ താമസിക്കും. പിന്നെ കുളിക്കാറുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ കുളിക്കാറുണ്ട്. കുളിച്ചിട്ടാണോ സ്കിൻ കെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക്. ഷീറ്റ് മാസ്ക് എല്ലാ ഡേയും അപ്ലൈ ആക്കുന്നുണ്ടോ? അത് ആഫ്റ്റർ ഷീറ്റ് മാസ്ക് സിറം യൂസ് ചെയ്യുന്നുണ്ടോ നൈറ്റ്? ഷീറ്റ് മാസ്ക് ഞാൻ once in a week മാത്രം വെക്കാറുള്ളൂ മുഖത്ത്. പിന്നെ അല്ലാത്തപ്പോൾ ഒരു ചുമന്ന പാക്ക് ഉണ്ട് ബീട്രൂട്ടിൻ്റെ, അതിടും. അത് നൈസാണ്. യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മെൻഷൻ ചെയ്യൂ. എനിക്കിപ്പോൾ അങ്ങനെ പ്രത്യേക ഒരു ഇതില്ലല്ലോ. ഞാൻ പ്രത്യേക കൈൻഡ് ഓഫ് വീഡിയോസ് അല്ലല്ലോ ചെയ്യുന്നത്. എനിക്ക് തോന്നിയ പോലത്തെ വീഡിയോസ് അല്ല ചെയ്യുന്നത്.
അപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അതെത്തി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത. ഓഫ് കോഴ്സ് അശ്വതി ചേച്ചീനെ ഇന്റർവ്യൂവിൽ വിളിക്കണം എന്നുള്ളവർ ലൈക്ക് ഇടുമോ? 10 ലൈക്ക് മതി. അതിനാണെങ്കിൽ 1 ലൈക്ക് പോലും ഇല്ല. എന്ത് കഷ്ടമായത്. എനിക്ക് ഇന്റർവ്യൂവിന് ഇഷ്ടംപോലെ ഇന്റർവ്യൂവിൻ്റെ വന്നായിരുന്നു, വെറൈറ്റി മീഡിയയുടെയും പിന്നെ അതൊക്കെ. ആക്ച്വലി ഞാൻ ഇപ്പോഴും ഇന്റർവ്യൂ ഒന്നും നോ, എന്തെങ്കിലും കുറച്ചും കൂടെ വലിയതായി കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ചെയ്യാം. ചേച്ചിയുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻ കാണിച്ചു തരുമോ? ബെസ്റ്റ് ഇല്ല, ഇറ്റ്സ് വേൾഡ് മിറാക്കിൾ. ഒരിക്കലും അല്ല. ബെസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ ഈ സ്റ്റിൽ അലൈവ്. അതെങ്ങനെയാ ബെസ്റ്റ് ഇല്ലാത്ത ഈസ് നോട്ട് എ മിറാക്കിൾ? നല്ല ആൾക്കാർക്ക് എല്ലാവർക്കും ബെസ്റ്റ് ഒന്നുമില്ല. എനിക്ക് ബെസ്റ്റ് ഉണ്ട്, പക്ഷെ എൻ്റെ ബെസ്റ്റുകളൊക്കെ ഗേൾസ് അല്ല. എനിക്ക് ബോയ് ബെസ്റ്റുകളൊന്നും ഇല്ല. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബോയ് ബെസ്റ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. നോ ടു ബോയ് ബെസ്റ്റി, നോ ബോയ് ബെസ്റ്റി. എനിക്ക് ബെസ്റ്റി ഉണ്ട്, പക്ഷെ ബോയ് ബെസ്റ്റി അല്ല, ഗേൾസ് ആണ്. 2-3 നല്ല ഫ്രണ്ട്സ് ഉണ്ട് ആൻഡ് ഇനഫ്. അത്രയും മതി എനിക്ക്. അല്ലാണ്ട് ബോയ് ബെസ്റ്റികളൊന്നും ആവശ്യമില്ല. ബോയ് ബെസ്റ്റി അതെന്തിനാ ശരിക്കും? സ്കിൻ ടൈപ്പ്. ആക്ച്വലി എൻ്റെ സ്കിന്നിലൊരു ചെറിയ അലർജി വന്നു. ചില സമയത്ത് വീഡിയോക്കകത്ത് കാണാൻ പറ്റും ചെറിയ 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 ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വന്നേക്കുന്നത്. എനിക്കൊരു അലർജി വന്നായിരുന്നു, കൊണ്ട് കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം അതുവരെ എൻ്റെ സ്കിന്നൊരു നോർമൽ സ്കിന്നായിരുന്നു. പിന്നെ എനിക്കങ്ങനെ അലർജി ഒന്നും വന്നിട്ടില്ല, അങ്ങനെ വരത്തൊന്നുമില്ല. പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അലർജി വന്ന് അപ്പോൾ തൊട്ട് എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. ചില സമയത്താണെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ട് വന്നു. ഒരു ഓയിലി സെൻസിറ്റീവ് കോമ്പിനേഷൻ സ്കിൻ. കമോൺ, ഇതാണ് എൻ്റെ കുഞ്ഞമ്മ. കുഞ്ഞമ്മ എൻ്റെ മമ്മിയുടെ അനിയത്തിയ. ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്? പ്ലീസ് റിപ്ലൈ. ഓക്കെ, ഞാൻ ആക്ച്വലി എനിക്ക് ക്യാപ് കട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ അറിയത്തില്ല. ഞാൻ ഇതുവരെ ക്യാപ് കട്ട് യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ഈ ഫോണിനകത്ത് എന്നിട്ട് എൻ്റെ അനിയൻ എനിക്കിത് ഈ ക്യാപ് കട്ട് കെട്ടി തന്നിട്ടുണ്ട്. എനിക്ക് ക്യാപ് കട്ട് അങ്ങനെ യൂസ് ചെയ്യത്തില്ല. ഞാൻ ഫസ്റ്റ് തൊട്ട് 2 years ബാക്ക് തൊട്ടിന് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടില്ല. എനിക്ക് ഇൻഷോട്ടിനകത്ത് ഉള്ള പരിപാടി മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ഈ ഇൻഷോട്ടിൽ കിടന്നുള്ള കളി, ഞാൻ എൻ്റെ യൂട്യൂബിലത്തെ വീഡിയോ വരെ എഡിറ്റ് ചെയ്യണത് ഇൻഷോട്ടില്ല. അത് ഞാൻ പ്രൗഡാണ് കേട്ടോ. കാരണം ചില ആൾക്കാർ എന്താ പറഞ്ഞാൽ ഇൻഷോട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പണ്ടേ പുച്ഛമായിരുന്നു. എനിക്കും പുച്ഛമായിരുന്നു. അതിന് ഇത്രയും വലിയ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വെൻ യുവർ എഡിറ്റർ ഈസ് യുവർ ബിലോഡ് ബോയ് ഫ്രണ്ട്. നോ, എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ. ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ. ഇത് വിശ്വസിക്കാത്ത എന്താ ആണ്. ഞാൻ തന്നെ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അവൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയമില്ല, പിന്നെ ഞാൻ എൻ്റെ വീഡിയോ അവനെ കൊണ്ട് എഡിറ്റ് ആക്കുന്നത്. നോ വേ, എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ. വാട്ട്സ് ഓൺ മൈ ഫോൺ വീഡിയോ ചെയ്യുമോ? ആക്ച്വലി ഇങ്ങനത്തെ വേറെ കുറേ കോണ്ടന്റ്സ് ഒക്കെ വേറെ ആൾക്കാർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ എനിക്ക് ഇതൊന്നും എൻ്റെ ഓർമ്മയിൽ വരില്ല, ഒന്നും വരില്ല. എനിക്ക് ആകെപ്പാടെ യൂട്യൂബ് എന്ന് പറയുമ്പോൾ വ്ളോഗ് എടുക്കാം, പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഈ 2 സാധനമാണ് ആദ്യം എൻ്റെ മനസ്സിൽ വരും. അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ നിന്ന് കറക്കണം. എനിക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊന്നും ഒരു മാറ്റവും ഇല്ല. എനിക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നില്ല. അതൊരു നല്ല ഐഡിയ ആണ്. പിന്നെ ഒരു ദിവസം നമുക്കത് ചെയ്യാം കേട്ടോ. ഓക്കെ, 3x സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാവോ? ചലഞ്ചൊക്കെ ചെയ്യാം, പക്ഷെ എനിക്ക് എരിവ് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എരിയുന്ന ഒരു ചലഞ്ചിന് ഞാനില്ല. ഭയങ്കര സ്കൂള് മിസ്സാവുന്നില്ലേ? ആക്ച്വലി എനിക്ക് സ്കൂൾ ലൈഫ് ഒന്നും അങ്ങനെ വലിയ മിസ്സിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ അധികം എന്താ പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ പോകുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് വീട്ടിൽ ഇരിക്കാനായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോഴും അത് എനിക്ക് വീടായിരിക്കും മിസ് ചെയ്യുന്നത്. എനിക്ക് സ്കൂളൊന്നും മിസ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ എനിക്ക് ഫ്രണ്ട്സിനെ മിസ് ചെയ്യും 2-3 പേരെ, അല്ലാണ്ട് എനിക്ക് സ്കൂളൊന്നും മിസ് ചെയ്യത്തൊന്നുമില്ല. നോ വേ. ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോസ് കുറച്ചൊക്കെ യൂട്യൂബിൽ ഇടാവോ? ഇൻസ്റ്റ ഇല്ലാത്തവർക്കും കാണാമല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പിന്നെ എളുപ്പപ്പണിയാക്കി ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സെയിം സാധനം തന്നെ ഞാൻ വീണ്ടും യൂട്യൂബിൽ കൊണ്ടിടും. യൂട്യൂബിൽ ഞാൻ എൻ്റെ ശരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഞാൻ എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യം. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എൻ്റെ ട്രൂ കളേഴ്സ് റിവീൽ ചെയ്യുന്ന പോലെ. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെയിം സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മടിയാവും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തിരത്ത്. ഞാൻ 1-2 വട്ടം ഇട്ടിട്ടുണ്ട് ഒരു റീലും, പിന്നെ വേറെ എന്തോന്നും കൂടെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലത്തെ സെയിം. പക്ഷെ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കുറച്ചുകൂടെ ലെങ്തിൽ വീഡിയോ ഇടാമോന്ന് ഞാൻ ആക്ച്വലി വീഡിയോ എടുത്ത് വരുമ്പോൾ ഒരു 60 minutes ഒക്കെ കാണും. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ നല്ല ഭാഗം മാത്രം കട്ട് ചെയ്ത് അത് എടുത്ത് വരുമ്പോഴത്തേക്ക് ആകെ ഒരു 3 to 4 minutes ഒക്കെ വീഡിയോ കാണത്തുള്ളൂ. അത് ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞാൽ അത്രയും വരുന്നുള്ളൂ. ആകെപ്പാടെ എൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് വീഡിയോ വ്ളോഗാണെന്ന് തോന്നുന്നു. അപ്പോൾ വ്ളോഗ് ചെയ്യാം.
പണ്ട് കൊച്ചി ടിവിയിലെ ഡോറോ കാണുന്നത് പോലെ ഉണ്ട് എന്നാ. ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ള വന്നിരിക്കുന്ന കമന്റ് എഡിറ്റഡ് ബൈ സോളോ വൈനർ. വീഡിയോ എഡിറ്റഡ് ബൈ സോളോ വൈനർ. എഡിറ്റഡ് ബൈ സോളോ വൈനർ എന്ന് മനസ്സിലാക്കാൻ വേറെ ഒന്നും വേണ്ട. എന്റെ ദൈവങ്ങളെ, സോളോ വൈനറിനെ കൂട്ടി വീഡിയോ ഇടാവോ പ്ലീസ്? എൻ്റെ ഒരു ഫേവറേറ്റ് ക്യാൻഡി ഉണ്ട്. ഇങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ കടിച്ചിട്ട് പൊട്ടിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ആ മുട്ടായി മേടിക്കാൻ പോവാം. അതെങ്ങനെയുണ്ട്? നൈസല്ലേ? ഇപ്പൊ കണ്ടോ മണിക്കുട്ടി എന്തി? എവിടെ? ഹായ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് മുട്ടായി മേടിക്കാൻ പോകും. എൻ്റെ ഫേവറേറ്റ് ക്യാൻഡി മേടിക്കാൻ പോവാണ്. കമോൺ. ഏത് മുട്ടായി മേടിക്കാൻ പോകുന്ന അറിയാമോ? കടിക്കും പൊട്ടുന്ന മുട്ടായി. വാ. നമുക്ക് കടയിൽ ചെന്നിട്ട് എടുക്കാം. ഓക്കെ, ഇവിടുന്ന് ആൾക്കാരൊക്കെ എന്നെ നോക്കുക. ചേടാ, ഇത് കുട്ടിയാണ്. നെക്സ്റ്റ് ഒരിതും ഇതുണ്ട്. ഈ ശനിക്ക് എല്ലാം നശിപ്പിക്കുവാണ് ഗൈസ്. ദിയ ഉരുണ്ട് കളിക്കുന്നതാണ് എൻ്റെ മുട്ടായി. കിട്ടി ഗൈസ്, മുട്ടായി കിട്ടി. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഉള്ള ക്യാൻഡി. ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സമയം വീട്ടിൽ പോകാനാകും. പിന്നെ ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങും ഗൈസ്. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പിടിച്ചോ. ഗൈസ്, ഈ കിടക്കണയാണ് എൻ്റെ വണ്ടി. ഇതാണ് നമ്മുടെ കട. ഇതിൻ്റെ വണ്ടിക്കത്തി നമ്മളിപ്പോൾ എടുക്കാൻ പോവാണ്. ഭയങ്കര ചൂടാണ്. ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ചത്തു പോകും. അതുപോലത്തെ ചൂടാണ് ഇവിടെ. കണ്ടോ, അപ്പോൾ തന്നെ വേർക്കാൻ മതി. Say hi. Hi. അയ്യോ, എൻ്റെ മുട്ടായി എടുത്തില്ല, സോറി. അപ്പോൾ ഗായ്സ്, മുട്ടായി മേടിച്ചിട്ട് വന്നു. മടുത്തു. ഞാൻ ശരിക്കും മടുത്തു. എനിക്ക് കുറേ നേരം നടക്കാൻ പറ്റത്തില്ല. കൊറോണയുടെ സമയത്ത് ഞാൻ വെറുതെ ഇരുന്നിരുന്ന ഇപ്പം ഞാൻ നടക്കുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോകും. ഓക്കെ, നമുക്ക് കണ്ണിന് തന്നെ ആദ്യം ഇതാ കണ്ണ്. പക്ഷെ ഇത് ചളുങ്ങിപ്പോയി. ഓക്കെ, നമുക്ക് സ്ട്രോബെറി കഴിക്കാം. ഇതാ സ്ട്രോബെറി. ഇതിങ്ങനെ പിടിക്കും. ഇതിങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടും. നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് മുട്ടയാ. ഞാൻ എപ്പോൾ ഷോപ്പിൽ വന്നാലും ഞാൻ വേഗം മെട്രോയിലോട്ടിടും. മെട്രോ ഉള്ള സൂപ്പർ മാർക്കറ്റാണ്. മെട്രോയിലോട്ടിടും, വേഗം ഇത് മേടിക്കും. നമുക്ക് കോഴീനെ തിന്നെ. ഇതാ കോഴി, കണ്ടോ? സോറി, താറാവാണ് കേട്ടോ. ഇത് ആക്ച്വലി ഗുഡാ. ഡ്രസ് കളക്ഷൻ വീഡിയോ ഇടുമോ ചേച്ചി? ഞാൻ ഡ്രസ്സൊക്കെ ഓൾറെഡി പോകാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാം അൺപാക്ക് ചെയ്യുമ്പം കാണിക്കാം. പക്ഷെ എൻ്റെ കോലം എന്താണ്? ചേച്ചി എങ്ങനെ ഇതിൻ്റെ തമ്മയിൽ എഡിറ്റ് ചെയ്ത് പറഞ്ഞു തരുമോ? വീഡിയോ സെറ്റപ്പിലാണ്. നല്ല സാധനം, താങ്ക് യു. തമ്മയിൽ എഡിറ്റ് ചെയ്യുന്ന ഞാൻ എൻ്റെ അനിയനാണ്.
പിന്നെ അതിന്റെ ഇടയിൽ സോളോവിന് എഡിറ്റ് നോ, എന്റെ അനിയനാണ് എഡിറ്റ് ചെയ്യുന്നത്. കണ്ടോ ഇപ്പൊ തന്നെ ഞാൻ മടുത്ത്. ഇതാ എന്റെ പ്രശ്നം. എനിക്ക് വീഡിയോ എടുക്കാൻ ആദ്യമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മടുക്കും. എവിടെയോ ഒരു ദിൽഷ കട്ട്. ചിലപ്പം ദിൽഷയ്ക്ക് അശ്വതിയുടെ കട്ടായിരിക്കും. വീണ്ടും ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് സോളോവിന് 100% ഷുവർ. ഞാൻ വിചാരിച്ചു ഒരു 23 വയസ്സ് കാണുമെന്ന്. നോ, എനിക്ക് 19 വയസ്സേ ഉള്ളൂ. അടുത്ത വർഷം എനിക്ക് 20 വയസ്സാവും. ഡിഗ്രി ഏത് സബ്ജക്റ്റാണ് എടുത്തത്? ഡിഗ്രി BSc ഇൻ ക്ലിനിക്കൽ സൈക്കോളജി. ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങാൻ അങ്ങോട്ട്. പിന്നല്ല, ടൗൺഷിപ്പിന്റെ ഗെയിമിംഗ് ചാനലായിരിക്കും ഞാൻ തുടങ്ങുന്നത്. എങ്ങനെയാണ് ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങുമായിരിക്കും. ഫസ്റ്റ് ടൗൺഷിപ്പ് ആയിരിക്കും. ഞാൻ ആകെ പല കളിച്ചിട്ടുള്ള ഗെയിംസ് ഞാൻ പറയാം. NFS കളിച്ചിട്ടുണ്ട്, പിന്നെ ടൗൺഷിപ്പ്, പിന്നെ ഞാൻ മറ്റേ കട്ടമുണ്ട്, അങ്ങനത്തെ കുറെ ഗെയിം കളിച്ചിട്ടുണ്ട്. ഞാൻ ഓർമ്മയില്ല. പിന്നെ ഒരു ലിറ്റിൽ ബിഗ് സിറ്റി. ഈ ലിറ്റിൽ ബിഗ് സിറ്റി ഞാൻ പണ്ടോട്ടേ എന്ന് കളിക്കുന്നുണ്ട്. ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിച്ചിട്ടുണ്ട് പണ്ട്. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് പേരുടെ കഴിഞ്ഞിട്ട് ഞാൻ ഗെയിമൊന്നും കളിക്കാറില്ലായിരുന്നു. പിന്നെ ഇപ്പം പിന്നെ ടൗൺഷിപ്പ് കളിക്കുന്നത്. ഞാൻ കുറേ കമൻറ്റ് വായിച്ചു. കമൻറ്റിനകത്തൊക്കെ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യും അങ്ങനെയൊക്കെയാണ്. ഡേ ഇൻ മൈ ലൈഫൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ചെയ്യാം. ഞാൻ മാക്സിമം വേറെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എനിക്ക് ആകെപ്പാടെ വീഡിയോ എടുക്കാൻ നേരത്തെ ഗെറ്റ് റെഡി വിത്ത് മീ പിന്നെ വ്ളോഗും മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. വീട്ടിൽ നിന്നാണെങ്കിൽ പുറത്തിറങ്ങുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല, പ്രത്യേകിച്ച് ഈ മഴയുള്ളപ്പം. അതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ നടക്കില്ല. ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെങ്കിൽ രാവിലെ എണീക്കണം. അതിൻ്റെ എൻ്റെ ലിസ്റ്റിലുള്ള കാര്യമല്ല അത്, രാവിലെ എണീക്കുന്നത്. anyway, നമുക്ക് വേറെ പുതിയ നല്ല വീഡിയോസൊക്കെ ചെയ്യാം ഗായ്സ്. ഞാൻ ഇപ്പം തന്നെ മടുത്തു. സോ നമുക്ക് വേറെ വീഡിയോ കാണാം. ബൈ. Thank you.